ഒട്ടനവധി പേർക്കെതിരെ ലൈംഗികാരോപണം, പീഡനാരോപണം ഉയർന്നു വന്നിരുന്നു. ഒന്ന് സിദ്ദിഖ്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നീട് അതിനുശേഷം ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. ഒട്ടനവധി പരാതികൾ രംഗത്തേക്ക് വന്നു. ആ പരാതികളിലൊക്കെ തന്നെ ഇപ്പോൾ FIR ആയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കൂടി കേസ്. ഇത് ഈ യുവതി മറ്റൊരു ജോലിയുടെ ഭാഗമായി ദുബായിലേക്ക് വന്നതാണ് എന്ന് പറയുന്നു. ഇവർക്ക് ഈ സിനിമാ മേഖലയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണോ? ഇവർ ഈ ക്രൈം നടന്ന സ്ഥലത്ത്, അതായത് ഇവർക്ക് എല്ലാവർക്കും ആ സമയത്തും പങ്കുണ്ടായിരുന്നോ? എന്താണ്, ഇവർ സിനിമയുടെ എന്തെങ്കിലും ഷൂട്ടിങ്ങുമായിട്ടോ അല്ലെങ്കിൽ ഓഡീഷനായിട്ടോ ഈ സംഘം അവിടെ എത്തിയതാണോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ? നമുക്ക് പോലീസുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം ഇതാണ്. അതായത് ഇവർ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയതാണെന്നാണ്, അവരെ അവിടേക്ക് കൊണ്ടുപോയതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അവിടെ എത്തിയ ഘട്ടത്തിലാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരെ, ഈ ശ്രേയ ഉൾപ്പെടെയുള്ളവർ ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഈ യുവതിയെ അടക്കം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ പീഡനം ഉണ്ടായത് എന്നതാണ് ഈ യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. 2 സ്ഥലം പറയുന്നുണ്ട്. ഒന്ന് ദുബായ് ഒരു ഹോട്ടലിലും അതോടൊപ്പം തന്നെ ഒരു അപ്പാർട്ട്മെന്റിലും. ഈ 2 സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പ്രധാനമായും ഉയരുന്ന പരാതി. ഇതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 6 പ്രതികളിൽ 3 പേരുടെ പേരുകൾ വരുന്നുണ്ട്. 6ാം പ്രതിയാണ് നിവിൻ പോളി, 1ാം പ്രതി ശ്രേയ, 2ാം പ്രതി സുനിൽ, അയാൾ പ്രൊഡ്യൂസറാണ് എന്നാണ് പറയുന്നത്. ഈ ശ്രേയ എന്ന് പറയുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാരണം ഇവരാണ് എത്തിച്ചത് എന്നാണല്ലോ പരാതിക്കാരി പറയുന്നത്. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവരാണ് ഈ കേസിൽ 1ാം പ്രതിയായി വന്നിരിക്കുന്നതെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അവരാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ ലേഡിയെ, അതായത് നേരിമംഗലം സ്വദേശിയായിട്ടുള്ള പെറ്റീഷണറായിട്ടുള്ള ലേഡിയെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്തത് ശ്രേയയാണെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രേയ 1ാം പ്രതിയാക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റുള്ളവർക്കെതിരെയാണ് പീഡന കേസുകൾ ഉൾപ്പെടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ സുനിൽ എന്നയാൾ പ്രൊഡ്യൂസറാണ് എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത്. മറ്റ് 2 പേർ, കുട്ടൻ, ബഷീർ, അങ്ങനെ 2-3 പേർ കൂടി ഈ കേസിൽ പ്രതികളായി വരുന്നുണ്ട്. 6ാം പ്രതിയാണ് നിവിൻ പോളി എന്നും പോലീസ് പറയുന്നു. ഈ 6 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വന്നിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നിലേക്ക് പോവുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ പേരായിട്ട് ഇപ്പോൾ നിവിൻ പോളിയുടെ പേരും വന്നിരിക്കുകയാണ്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. 6 പ്രതികളുണ്ട്. 1ാം പ്രതി ശ്രേയ, 2ാം പ്രതി സുനിൽ. പോലീസ് പറയുന്നത് ഇയാൾ പ്രൊഡ്യൂസറാണ് എന്നാണ്. 6ാം പ്രതിയാണ് നിവിൻ പോളി. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, ഈ പരാതി എന്നാണ് ലഭിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുമെന്നറിയുന്നു. ഈ വെളിപ്പെടുത്തലുകൾ വന്നതിന് പിന്നാലെയാണോ ഈ പരാതി നൽകിയത്, അതോ അതിന് മുൻപാണോ? ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളുണ്ടല്ലോ, ആ ഘട്ടത്തിലാണ് പരാതി വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ SIT ആണ് സമീപിച്ചതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തിരിച്ച് ഫോർവേഡ് ചെയ്ത് ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്ക് നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈ പെറ്റീഷണറുടെ 164 രേഖപ്പെടുത്തുക. അതായത് മജിസ്ട്രേറ്റിന് മുൻപാകെ 164 രേഖപ്പെടുത്തുക. അതിനുശേഷം ഇതിന്റെ സാഹചര്യ തെളിവുകൾ, അതിന്റെ മറ്റ് പശ്ചാത്തലം, ഈ പരാതിയിൽ പറയുന്നവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുക. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറയുന്നത്, ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് ദുബായിയാണ്. അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. കാരണം പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ പോലീസ് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നതാണ്. അങ്ങനെ ഒരു കാര്യവും കൂടി ഈ കേസിൽ വരുന്നുണ്ട്. മറ്റ് പീഡന കേസുകൾ പോലെ ഇപ്പോൾ മുകേഷിനെതിരെയാണെങ്കിലും സിദ്ദിഖിനെതിരെയാണെങ്കിലുമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ലിമിറ്റിലുള്ള കേസല്ല, മറിച്ച് പുറത്ത് വിദേശത്ത് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി ഉൾപ്പെടെ അത് ഓൺലൈനിൽ ഉൾപ്പെടെ രേഖപ്പെടുത്താൻ കഴിയും. അത്തരത്തിൽ തീർച്ചയായിട്ടും 6 പ്രതികളാണുള്ളത്. 6ാം പ്രതിയാണ് നിവിൻ പോളി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിയുള്ളത്. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.